അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ ഗൈസ്, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പങ്കുവെക്കാമെന്ന് കരുതി. എന്തായാലും ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നമുക്കൊരു പ്രചോദനം കൂടിയാണ് ഇനി മുന്നോട്ടുള്ള ഒരു വീഡിയോസ്. ഇനി അടുത്ത ഒരു വീഡിയോ ഇടാൻ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ പിന്തുണയ്ക്കുകയാണ് ഇനി ഇടാനുള്ള ഒരു മനസ്സും ഒക്കെ തരുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇനിയുള്ള 2028 ആകുമ്പോഴേക്ക്, അതായത് ഒരു 10 വർഷം കഴിയുമ്പോഴേക്ക്, 10 വർഷം അങ്ങ് കഴിയുമ്പോഴേക്ക് ഇനി സ്കില്ലിൻ്റെ കാലമായിരിക്കും. സ്കിൽ ബേസ്ഡ് ആയിട്ട് ഈ ലോകം മാറാൻ പോവുകയാണ്. ഇനിയുള്ള കാലത്തൊക്കെ പേപ്പർ മൂല്യം ഉണ്ടായിരുന്നു, പക്ഷെ പേപ്പറിൻ്റെ പ്ലസ് ആയിട്ട് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഴിവുള്ള കുട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ ഇന്ന് ലോകത്ത് പിടിച്ചിക്കാൻ കഴിയുള്ളൂ. ആ കാര്യത്തിലേക്ക്, ആ നിലയിലേക്ക് കാര്യങ്ങൾ ഇനി വരും ഇൻഷാ അല്ലാഹ്. ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടതാണ് വളർച്ചക്കനുസരിച്ച് സ്കില്ല് നേടുക. ഇന്ന് ലോകത്ത് ഒരുപാട് അറിവ് നേടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പ്ലസിൻ്റെ കൂടെ എന്ത് വേണം? സ്കില്ലും കൂടി വേണം. സ്കിൽ ഓറിയൻറ്റഡായി പഠിക്കുമ്പോൾ അവന് ഉയരങ്ങളിലെത്താൻ പറ്റും. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒരുപാട് പ്രഭാഷകന്മാരുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പ്രഭാഷകന്മാരുണ്ട്, ഒരുപാട് സ്വാധീനിച്ച ഇൻഫ്ലുവൻസായ മോട്ടിവേറ്റർമാരുണ്ട്. അവരൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. വളരെ സുന്ദരമായ വാക്കുകളിലൂടെ അവർക്ക് എന്താകുന്നുണ്ട്, പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടായതുകൊണ്ട് എന്തായി, അവർ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റി. നമുക്കൊക്കെ എത്ര പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണമാണല്ലേ ഫുട്ബോൾ ലോകം. ഫുട്ബോളിൻ്റെ കാലമാണ് ഇനി ഇൻഷാ അല്ലാഹ്. അടുത്ത ലോകകപ്പ് ഇനി സൗദിയിൽ വരാൻ പോകുന്നു, ഖത്തറിൽ വരാൻ പോകുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. ഫുട്ബോളിൻ്റെ കാലഘട്ടമാണ്. അവർ രണ്ടും ഉയർന്നു നിൽക്കുന്ന രണ്ടാളുകളാണല്ലോ അല്ലേ, മറ്റേ റൊണാൾഡോ, മെസ്സി. ഇവരൊക്കെ മെസ്സിൻ്റെ ഒരു ജീവചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുഞ്ഞിക്കാലൻ എന്നറിയപ്പെട്ട് ആളുകളൊക്കെ വിളിച്ചു മുത്തശ്ശി പറഞ്ഞു, എൻ്റെ കുഞ്ഞിക്കാലമാണ് ഇനി ലോകത്ത് ഇതിഹാസം സൃഷ്ടിക്കണം. നോക്കിയേ, സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് അദ്ദേഹം ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് എല്ലാവരുടെ ഹൃദയങ്ങളും അദ്ദേഹം കീഴടക്കി. റൊണാൾഡോയുടെ ചരിത്രം കേട്ടിക്കണം. റൊണാൾഡോ ഒന്നും പഠിക്കൂല, പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്കില്ല് അദ്ദേഹം തിരിച്ചറിയും. എൻ്റെ സ്കില്ല് ഫുട്ബോളാണ്. അങ്ങനെ ഫുട്ബോളിലൂടെ അദ്ദേഹം എന്തായി, ലോകത്തെ കീഴടക്കി. അദ്ദേഹം പഠിച്ച സ്കൂള് വരെ എന്തായി, വിലക്ക് വാങ്ങി. ഇങ്ങനെ എത്രയോ ചരിത്രങ്ങൾ. സച്ചിൻ ടെണ്ടുൽക്കർ, അങ്ങനെ ഒരുപാട്, അഹമ്മദാസ് കമ്പനി കേട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇനിയുള്ള സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അറിവിൻ്റെ കൂടെ സ്കില്ലും നേടാൻ ശ്രമിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഈ അറിവ് ഉപകാരപ്രദമായി ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, പരമാവധി ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്.